ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. വാഴ്ത്തപ്പെട്ട അന്ന മരിയ തൈഗി 1769 ജനിച്ച് 1837 നിത്യതയിലേക്ക് യാത്രയായ ഒരു പുണ്യവതി. ഇറ്റലിയിലെ സിയന്നയിൽ ലൂയിജി ജിയനറ്റിയുടെയും മരിയ മാസിയുടെയും മകളായിട്ട് ജനിക്കുന്നു. 7 മക്കളിൽ ഒരാളാണ്. 3 മക്കൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുന്നു. സിയന്നയിലെ ഈ വലിയ പുണ്യവതി വീട്ടമ്മമാരുടെ മധ്യസ്ഥയായിട്ട് അറിയപ്പെടുന്നവളാണ്. കത്തോലിക്ക വനിതാ സംഘടനകളുടെ പ്രത്യേക മധ്യസ്ഥയായിട്ടും ഇവൾ അറിയപ്പെടുന്നു. ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ വേദനകളിലൂടെ കടന്നു വന്ന കുടുംബജീവിതത്തിൻ്റെ കുരിശുകൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് അവൾ ഈ വിശുദ്ധി അറിയപ്പെടുന്നത്. കുടുംബത്തിൻ്റെ കുരിശുകൾ തന്നെയാണ് അവളെ വിശുദ്ധിയാക്കി മാറ്റിയതും. സിയന്ന പലതുകൊണ്ടും വിഖ്യാതമായ ഒരു പ്രദേശമാണ്. ഇറ്റലിയുടെ തന്നെ ഒരു തോസ്കാന റീജൻ്റെ സെൻട്രൽ പാർട്ടിലാണ് ഈ സ്ഥലം. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായിട്ട് തന്നെ ഇന്ന് അറിയപ്പെടുന്ന പ്രദേശമാണ് സിയന്ന. ഒത്തിരിയേറെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലം. BC 900-നും 400-നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് അവിടെ ജനവാസം ആരംഭിച്ചതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അന്നുണ്ടായിരുന്ന ഒരു പ്രത്യേക സൈന എന്ന ഒരു ആദിവാസി സമൂഹം, ട്രൈബുകൾ, അവരുടെ പേരിലാണ് പിന്നീട് സിയന്ന എന്ന പേര് തന്നെ വരുന്നത്. അങ്ങനെയുണ്ടായിരുന്ന ആദിവാസി സമൂഹം പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് തുരത്തപ്പെടുകയും മാറി മാറി വന്ന ഭരണത്തിന് കീഴിൽ വരികയും ഒക്കെ ചെയ്ത വലിയ ചരിത്രത്തിൻ്റെ അടിയൊഴുക്കുകൾ നടന്ന ഒരു സ്ഥലമാണ്. റോമൻ ഭരണകാലത്ത് വലിയ പുരോഗതിയൊന്നും ഈ പ്രദേശത്തിന് ഉണ്ടായില്ല. ക്രിസ്ത്യാനിറ്റി ഇവിടെ ആരംഭിക്കുന്നത് AD 4-ന് ശേഷമാണ്. AD 4-ൽ ക്രൈസ്തവ സാന്നിധ്യം കടന്നു വരികയും ക്രൈസ്തവ സമൂഹം രൂപപ്പെടുകയും ഒക്കെ ചെയ്ത ചരിത്രത്തിൻ്റെ ഏടുകൾ. ഇവിടുത്തെ ശ്രദ്ധേയമായ കത്തീഡ്രൽ, സിയന്ന കത്തീഡ്രൽ 12-ാം നൂറ്റാണ്ടിൽ AD 12-ാം നൂറ്റാണ്ടിലൊക്കെ സ്ഥാപിതമായതാണ്. ശില്പകലയുടെ ഒരു മഹത്തായ രൂപമാണ്. റോമൻ ഗോത്തിക് ശില്പകലയുടെ അതുല്യമായ ഒരു നിർമ്മാണം ആണ് നമ്മളവിടെ കാണുന്നത്. ഈ ശ്രദ്ധേയമായ കത്തീഡ്രൽ, ബൃഹത്തായ കത്തീഡ്രൽ ആ നൂറ്റാണ്ടിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കത്തീഡ്രൽ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്നു. ശില്പവൈദഗ്ധ്യം കൊണ്ട് തിളങ്ങുന്ന ഈ പ്രത്യേക കത്തീഡ്രൽ ഇന്നും ധാരാളം ടൂറിസ്റ്റുകളെ, തീർത്ഥാടകരെ ആകർഷിക്കുന്ന സ്ഥലം തന്നെയാണ്. ശില്പവൈദഗ്ധ്യത്തിൻ്റെയും കലാകാരന്മാരുടെയും ഒക്കെ ഒരു പ്രത്യേക കേന്ദ്രമായിട്ട് തന്നെയാണ് സിയന്ന അറിയപ്പെടുന്നത്. അതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ, അതിൻ്റെയൊക്കെ പ്രത്യേക കുറിപ്പുകളും സൗധങ്ങളും എല്ലാം ഇന്നും അവിടെ ദൃശ്യമാണ്. ഇങ്ങനെ ശ്രദ്ധേയമായ സിയന്നയിലെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധയാണ് അന്ന മരിയ തൈഗി. അന്ന മരിയയുടെ ജീവിതം ആദ്യ കാലഘട്ടങ്ങളിൽ കുടുംബത്തിലെ സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി, ഏറെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയ ഒരു ജീവിതം. അപ്പൻ ജിയണറ്റി ഒരു ഫിഷഗുരനായിരുന്നെങ്കിലും തീരെ പ്രാക്ടീസ് ഇല്ലാതിരുന്നൊരു മനുഷ്യന്. നഴ്സിംഗ് ഹോമും ഡിസ്പെൻസറിയും ഒക്കെ അദ്ദേഹം നടത്തിയിരുന്നു. എങ്കിൽ പോലും അതിനൊന്നും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. മെഡിക്കൽ ഷോപ്പുകളും ഒക്കെ നടത്തിയിരുന്നെങ്കിലും എല്ലാം പരാജയപ്പെട്ടു. അവസാനം അദ്ദേഹം റോമിലേക്ക്, അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കാനായി പോകുന്നെങ്കിലും എല്ലാം പരാജയമായി മാറുന്നു. ഈ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് താല്പര്യപൂർവ്വം അന്ന മരിയയും അപ്പനോടൊപ്പം റോമിലേക്ക് പോകുന്നുണ്ട്. സാമ്പത്തികമായ വലിയ ക്ലേശങ്ങളും തകർച്ചകളും ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് കുടുംബത്തിലേക്ക് വരുന്നു. പക്ഷെ നല്ല മാതാപിതാക്കൾ, ദൈവവിശ്വാസമുള്ളവർ മക്കളെ ശരിയായ ബോധ്യങ്ങളിലും വിശ്വാസ തീക്ഷ്ണതയിലും മൂല്യങ്ങളിലുമൊക്കെയാണ് വളർത്തിയത്. അന്ന മരിയയുടെ ജീവിതത്തിൽ പാവങ്ങളോടുള്ള വലിയ ഒരു പ്രതിബദ്ധത, സ്നേഹവും കരുതലുമൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 21 വയസ്സ് പ്രായമായപ്പോൾ അവൾ വിവാഹിതയാകുന്നു. വളരെ കർക്കശക്കാരനായ, ദേഷ്യപ്രകൃതിക്കാരനായ ഒരു വ്യക്തിയാണ്, ഡൊമിനിക്കോ തൈഗിയാണ് അവൾ വിവാഹം കഴിക്കുന്നത്. ഡൊമിനിക്കോ ദൈവവിശ്വാസിയാണ്.
ഒരർത്ഥത്തിൽ നല്ല മനുഷ്യൻ തന്നെ, പക്ഷേ കഠിനമായ ചില സ്വഭാവ പ്രകൃതികൾ, ഒട്ടും ചേർന്ന് പോകാത്ത പ്രത്യേകതകൾ, അങ്ങനെ ഒരുമിച്ച് പൊരുത്തപ്പെട്ടു പോകാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിത പങ്കാളി. പക്ഷേ അന്നമരിയായുടെ ജീവിതത്തിൻ്റെ സുഹൃതങ്ങളും നന്മയും ക്ഷമയും എല്ലാം അവിടെ പ്രകടമായിരുന്നു. അവളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും കുരിശും ഇതുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തിയാണ്. ഭർത്താവുമായിട്ട് ചേർന്ന് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തി, പക്ഷേ ആ വ്യക്തിയെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാൻ, ഡൊമിനിക്കോയെ ഏറ്റവും സ്നേഹത്തോടു കൂടി കാണാൻ, ആദരിക്കാൻ, സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളും ദേഷ്യപ്രകൃതിയും ഒക്കെ മനസ്സിലാക്കി ക്ഷമയോടും സ്നേഹത്തോടും കൂടി ഭർത്താവിനെ പരിചരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും സാധിച്ച ഒരു ദാമ്പത്യം, അതായിരുന്നു അന്നമരിയയുടെ വലിയൊരു സുഹൃതം. ഒരിക്കൽ റോമിലെ ബസിലിക്കായിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കാൻ എത്തുകയും ചെയ്യുന്ന വേളയിൽ, ഈ ദമ്പതികൾ ഒരുമിച്ച് കുമ്പസാരിക്കാൻ പോകുന്ന വേളയിൽ അന്നമരിയായിക്ക് ഒരു പ്രത്യേക ദർശനമുണ്ടാകുന്നു. അന്നമരിയയുടെ ജീവിതത്തിലേക്ക് ദൈവം പ്രത്യേകമായിട്ട് ഇടപെടുന്നു. ലോകത്തിൻ്റെ ക്ഷണികമായ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ നിസ്സാരമാണെന്നുള്ള വലിയ ഒരു ബോധ്യത്തിലേക്ക് അവൾ കടന്നു വരുന്നു. ഇനി തൻ്റെ ജീവിതം കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും കർത്താവിന് വേണ്ടി കൂടുതൽ സമർപ്പിക്കണം, കൂടുതൽ തീക്ഷ്ണതയോടുകൂടി സുവിശേഷത്തിന് സാക്ഷിയായി മാറണം, വേദനിക്കുന്നവർക്ക് വേണ്ടി തന്നെ സമർപ്പിക്കണം. ഇങ്ങനെയുള്ള ചിന്തകളാൽ അവൾ നയിക്കപ്പെടുകയാണ്. തൻ്റെ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ഉപരി ആന്തരിക സൗന്ദര്യത്തിന് അന്നു മുതൽ അവൾ പ്രാധാന്യം കൊടുത്തു തുടങ്ങി. പാവങ്ങളെ സന്ദർശിക്കാനും സ്നേഹിക്കാനും അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാനും അവർക്ക് വേണ്ടി പണം ഇല്ലായ്മയിൽ നിന്നാണെങ്കിലും പങ്കുവയ്ക്കാനും അവൾ തയ്യാറാകുന്നു. ആശുപത്രികൾ സന്ദർശിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സഹായിക്കാനുമുള്ള അവളുടെ ശ്രമങ്ങൾ, അവളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുന്നതിനുള്ള വലിയൊരു ആന്തരിക ജ്ഞാനം കിട്ടുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. അതും ഒരു ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഒരു സൂര്യനെ അവൾ കാണുന്നു. സൂര്യന് സമാനമായ കതിരുകൾ മുകളിലേക്ക് ഉയരുന്ന വലിയൊരു സൂര്യബിംബം താഴേക്ക് ഇറങ്ങി വരുന്ന വിധം അവൾ മനസ്സിലാക്കുന്നു. അതിൽ നിന്നും വളരെ മൂർച്ചയുള്ള മുള്ളുകൾ താഴേക്ക്, അതിൻ്റെ നടുവിലായിട്ടൊരു ഗോളം, അതിൻ്റെ മധ്യത്തിൽ പ്രൗഢിയോടുകൂടി ഒരു സ്ത്രീ ഇരിക്കുന്നു. അത് അവളുടെ ജീവിതത്തെ ആകെപ്പാടെ മാറ്റിമറിച്ച ഒരു ദർശനമായിരുന്നു. അന്നു മുതൽ അങ്ങോട്ട് വലിയ ആന്തരിക ജ്ഞാനത്തിലേക്ക് അവൾ പ്രവേശിക്കുകയാണ്. മനുഷ്യൻ്റെ ധാർമ്മികതയെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച്, സ്വർഗീയമായ രഹസ്യങ്ങളെക്കുറിച്ച്, ജീവിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ചുള്ള വലിയ ജ്ഞാനം അവൾക്ക് ലഭിക്കുന്നു. ആ ആന്തരിക ജ്ഞാനത്താൽ നിറഞ്ഞുകൊണ്ട് അവൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നു. ഒപ്പം കുടുംബത്തിൻ്റെ ദൗത്യങ്ങൾ, ഭാര്യ എന്ന നിലയിലും അമ്മ എന്ന നിലയിലുമുള്ള ദൗത്യങ്ങൾ നന്നായി അവൾ നിർവഹിക്കുന്നു. 7 മക്കളെ ദൈവം ആ ദമ്പതികൾക്ക് വലിയ സമ്പത്തായി നൽകുന്നു. ഈ മക്കളെയൊക്കെ യഥാർത്ഥ ധാർമ്മികതയിലും സുവിശേഷ മൂല്യങ്ങളിലും വിശ്വാസത്തിലും അടിയുറച്ച് വളർത്താനായിട്ട് അന്നമരിയയും അവളുടെ ജീവിത പങ്കാളിയും നന്നായി ശ്രമിക്കുന്നുണ്ട്. മക്കളൊക്കെ നല്ല നിലകളിലേക്ക് എത്തുകയാണ്. ഭർത്താവിനെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവളുടെ അമ്മയെ അല്ലെങ്കിൽ അമ്മായി അമ്മയെ വലിയ സ്നേഹത്തോടുകൂടി ശുശ്രൂഷിക്കേണ്ട അവസരം അവൾക്ക് ലഭിക്കുകയാണ്. ശയ്യാലവംബിയായിത്തീരുന്നു. അങ്ങനെ കിടക്കയിലാകുന്ന, ശയ്യയിൽ മാത്രം അഭയം പ്രാപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, രോഗാതുരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ അമ്മയെ വലിയ സ്നേഹത്തോടുകൂടിയും കരുതലോടുകൂടിയും ക്ഷമയോടുകൂടിയും പരിചരിക്കുവാനുള്ള അവസരങ്ങൾ ഇവൾ പ്രയോജനപ്പെടുത്തുകയാണ്. താല്പര്യപൂർവ്വം വലിയ സ്നേഹത്തോടുകൂടി അമ്മയെ പരിചരിക്കുന്നു. ഒന്നിനും കുറവ് വരാൻ അവൾ അനുവദിച്ചില്ല. തൻ്റെ മറ്റുള്ളവർക്ക്, വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അധ്വാനവും അതിനുവേണ്ടിയുള്ള സമർപ്പണവും ഒരു വശത്ത്, തമ്പുരാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴമായ ആന്തരിക ജ്ഞാനത്തിൻ്റെ തലങ്ങളും മിസ്റ്റിക്കൽ എന്ന നിലയിലുള്ള വലിയ അനുഭവങ്ങളും മറുവശത്ത്, ഒപ്പം കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണം. അമ്മയെ പരിചരിക്കുന്നു, ഭർത്താവിന് വേണ്ട ശുശ്രൂഷകൾ നൽകുന്നു, മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നു. ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ സമർപ്പണ ജീവിതം. അന്നമരിയയുടെ ജീവിതം വലിയ ത്യാഗത്തിൻ്റെ ജീവിതമായിരുന്നു, വിട്ടുകൊടുക്കലിൻ്റെ ജീവിതമായിരുന്നു, പങ്കുവെക്കുന്ന ജീവിതമായിരുന്നു. ഒന്നും തനിക്ക് വേണ്ടി മാറ്റിവെക്കാതെ ത്യാഗപൂർവ്വം സ്വയം മുറിച്ചു വിളമ്പുന്ന ഒരു കുടുംബിനിയുടെ, ഒരു ഭാര്യയുടെ അതുല്യമായ സമർപ്പണത്തിൻ്റെ അസാധാരണമായ ജീവിതമായിരുന്നു അന്നമരിയയുടേത്. ആ ജീവിതത്തെ ദൈവം അതിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് ഉയർത്തി. വലിയ ആന്തരിക ജ്ഞാനം അവൾക്ക് ലഭിച്ചിരുന്നുവെന്ന് അവിടെയുള്ള വലിയ മനുഷ്യരുടെ, മെത്രാന്മാരും മാർപ്പാപ്പമാർ പോലും അറിയുന്നതിനിടയാകുന്നു. വിവിധ വ്യക്തികൾ, ഉന്നതരായ വ്യക്തികൾ അവളുടെ ഉപദേശം നേടുന്നതിനൊക്കെ എത്തുന്നുണ്ട്. 9-ാം പീയൂസ് മാർപ്പാപ്പായും അതുപോലെയുള്ള മറ്റു വ്യക്തികൾ ഒക്കെ തന്നെ അവളുമായിട്ട് നല്ല അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. കാർഡിനൽസ് തുടങ്ങിയ വ്യക്തികൾ അവളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാനായിട്ട് എത്തിയിരുന്നു. അവളുടെ സൗഹൃദ വലയത്തിൽ പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് വിൻസെൻ്റ് പള്ളോട്ടി തുടങ്ങിയ വിശുദ്ധാത്മാക്കൾ.
ഇങ്ങനെയുള്ള ധാരാളം ധന്യജീവിതങ്ങളുമായിട്ട് അടുത്തു ചേർന്ന് ജീവിക്കാൻ, അവരിലേക്കൊക്കെ ദൈവിക ജ്ഞാനത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ, ഉപദേശങ്ങളുടെ അനേകായിരങ്ങളെ ഈശോയിലേക്ക് നയിക്കാനുള്ള ആന്തരിക വെളിച്ചം കിട്ടിയ ഒരു ധീരയായ വീട്ടമ്മ. ഈ ധന്യജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവിന് സമർപ്പിതമായിരുന്നു. 1837 ജൂൺ 9 അവൾ നിത്യതയിലേക്ക് യാത്രയാകുന്നത്. മരണശേഷം അവളുടെ കുഴിമാടം പിന്നീട് തുറക്കുന്നത് 1855 അപ്പോൾ അവളുടെ ജീവിതം അഴുകാത്ത ശരീരമായിട്ട് കാണപ്പെട്ടു. അഴുകാത്ത ശരീരത്തിൽ നിന്നും ദൈവത്തിൻ്റെ വലിയ ഒരു ഇടപെടൽ സൗരഭ്യമായിട്ട്, ശോഭയായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ആ ജീവിതത്തിൻ്റെ നന്മ തിരിച്ചറിഞ്ഞ പിതാക്കന്മാർ, മാർപ്പാപ്പ തുടങ്ങിയവരൊക്കെ അവളുടെ ജീവിതത്തെ വിശുദ്ധമായി തന്നെ കണ്ടു. നാമകരണ നടപടികൾ 1852 തന്നെ ആരംഭിച്ചിരുന്നു. 9-ാം പീയൂസ് പാപ്പയാണ് നാമകരണ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. 1868 വീണ്ടും കല്ലറ തുറക്കുകയുണ്ടായി. അപ്പോഴും ആ ശരീരം അഴുകാതെ തന്നെ ആയിരുന്നു. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ലോകത്തിന് നൽകുന്ന ഒരു വിശുദ്ധ സാന്നിധ്യം. 1920 മെയ് 30 വാഴ്ത്തപ്പെട്ടവളായിട്ട് സഭ ഔദ്യോഗികമായിട്ട് അന്നമരിയയെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ കുടുംബജീവിതത്തിൻ്റെ തനിമയാർന്ന സമർപ്പണത്തിലൂടെ, ത്യാഗനിർഭരമായ സമർപ്പണത്തിലൂടെ ലോകത്തിന് മുമ്പിൽ വിശുദ്ധ പരിമളം പരത്തിയ ഒരു വലിയ വിശുദ്ധ, ശോഭയായി മാറിയ അനേകായിരം ഹൃദയങ്ങളെ വിശുദ്ധിയിലേക്ക് നയിച്ച ഒരു പുണ്യവതി. ഇന്നും ഈ വാഴ്ത്തപ്പെട്ട അന്നമരിയയുടെ ജീവിതം ലോകത്തിന് മുമ്പിൽ വലിയൊരു സാക്ഷ്യമാണ്. അനേകം കുടുംബങ്ങൾക്ക് മാതൃകയായി, ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമായി അന്നമരിയ ശോഭിക്കുന്നു. ഈ ധന്യമായ ജീവിതത്തെ അടുത്ത് നോക്കിക്കാണാൻ, ഈ ജീവിതത്തിൻ്റെ സുഹൃത വഴികളിലൂടെ ചേർന്ന് നടക്കാൻ നമുക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. സുവിശേഷത്തിൻ്റെ കുടുംബ മാതൃകയായ വാഴ്ത്തപ്പെട്ട അന്നമരിയ തേഗയുടെ ജീവിതത്തിൻ്റെ വഴികൾ ശ്രദ്ധേയങ്ങളാണ്. കുടുംബ ജീവിതത്തിൻ്റെ മധ്യസ്ഥയായിട്ട് മാറിയ ഈ പുണ്യവതി കുടുംബം എന്ന ദൈവവിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞവളാണ്. വേദഗ്രന്ഥത്തിലെ ആദ്യ കുടുംബ അനുഭവങ്ങളിലേക്കും കുടുംബത്തിൻ്റെ സ്ഥാപനത്തിലേക്കുമൊക്കെ തിരികെ നോക്കുന്നത് നന്നായിരിക്കും. ആദ്യ കുടുംബം, ആദവും ഹവ്വയും ചേരുന്ന കുടുംബം തമ്പുരാൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്ന ആദ്യ കുടുംബം സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഓരം ചേർന്നുകൊണ്ട് യാത്ര ചെയ്യും. പാപം കടന്നു വരുമ്പോഴാണ് അവിടെ അകലുന്നത്. ദൈവത്തിൽ നിന്ന് അകലുന്നതോടൊപ്പം തന്നെ പരസ്പരവും അകലുന്നു, കലഹിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, പരസ്പരം പഴിചാരുന്നു. അത് കുടുംബത്തിൽ തകർച്ചയുടെ ആദ്യത്തെ വിത്തുകൾ വിതച്ചു കഴിഞ്ഞു. എവിടെയെല്ലാം ദൈവത്തിൽ നിന്നും അകലുന്നുവോ അവിടെയൊക്കെ പരസ്പരം പഴിചാരാനും കുറ്റം വിധിക്കാനും ഇടയാകുന്നു. കലഹം അവിടെ പിന്നീട് വളർന്നിട്ട് അടുത്ത തലമുറകളിലേക്കും കൊലപാതകങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കലഹത്തിൻ്റെ വിത്ത് വീഴുന്നത് ദൈവത്തെ മാറ്റി നിർത്തുമ്പോഴാണ്. ദൈവം പടി ഇറങ്ങുമ്പോൾ കലഹം കയറി പറ്റുന്നു. അവിടെ എല്ലാ അർത്ഥത്തിലും ഒരു തിന്മയുടെ, കലഹത്തിൻ്റെ അഗ്നി എരിയുന്നു. ഈ കുടുംബത്തിൻ്റെ കഥ തുടരുകയാണ്. നന്മ നിറഞ്ഞ ഒരുപിടി കുടുംബങ്ങൾ നമ്മൾ വേദഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. കുടുംബങ്ങളുടെ കഥ തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം. അബ്രാഹത്തിൻ്റെ കുടുംബം, യാക്കോബിൻ്റെ കുടുംബം, ജോസഫിൻ്റെ കുടുംബം, അങ്ങനെ വിവിധങ്ങളായ നന്മ നിറഞ്ഞ കുടുംബങ്ങൾ, കുടുംബത്തിൻ്റെ പൈതൃകങ്ങൾ കൈമാറപ്പെടുന്നതിൻ്റെ അനുഗ്രഹ സ്രോതസ്സുകൾ, അങ്ങനെ വഴി നടത്തുന്ന കുടുംബത്തിൻ്റെ സുഹൃതം, ഇതൊക്കെ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും വിഷയമാക്കേണ്ടത് തന്നെയാണ്. ഈ കുടുംബം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും അനുഗ്രഹീതമായ മിശിഹായുടെ കുടുംബമായി മാറുന്നു. തിരുക്കുടുംബത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സുഹൃതത്തിൻ്റെ നിറവായ മിശിഹ, ദൈവപുത്രൻ, പരിശുദ്ധ അമ്മ, വിശുദ്ധ യോസേപ്പ് പിതാവ് എല്ലാം ചേരുന്ന കുടുംബത്തിൻ്റെ ഏറ്റവും പൂർണ്ണത. അങ്ങനെ കുടുംബം അടിസ്ഥാനപരമായ സഭയുടെ ഘടകമായി തന്നെ മാറുന്നു. സഭയുടെ അടിസ്ഥാന ഘടകമായ കുടുംബം സ്നേഹം നിറഞ്ഞതും അനുഗ്രഹീതവും അർത്ഥപൂർണവും പങ്കുവെക്കുന്നതുമാണെങ്കിൽ അതിലൂടെ എല്ലാം തന്നെ അനുഗ്രഹീതമായി മാറുന്നു. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനായിട്ട് കഴിയണം. അന്നമരിയയുടെ ജീവിതം വലിയൊരു ത്യാഗസമർപ്പണമായിരുന്നു. കുടുംബത്തിൻ്റെ സഹനങ്ങളും കഷ്ടപ്പാടുകളും ആ കുരിശുമാണ് അവളെ വിശുദ്ധയാക്കി മാറ്റിയത്. കാൽവരിയുടെ നിഴലുണ്ടവിടെ, കാൽവരിയിലെ സ്നേഹമുണ്ടവിടെ, നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ യഥാർത്ഥ സമർപ്പണങ്ങളുണ്ട്.
തോബിയാസിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. കൊച്ചു തോബിയാസ് ആദ്യ രാത്രിയിൽ തൻ്റെ ഭാര്യയായ സാറായോട് ചേർന്ന് നിന്നുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. കർത്താവ്, ഇവളെ ഞാൻ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷം കൊണ്ടല്ല, മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ്. നിഷ്കളങ്കമായ പ്രേമമായിരിക്കണം യഥാർത്ഥ ത്യാഗസമർപ്പണത്തിൻ്റെ, കുടുംബത്തിൻ്റെയൊക്കെ അടിസ്ഥാനമായി മാറേണ്ടത്. ഇഷ്ടങ്ങൾക്കനുസരിച്ചെല്ലാം നിയന്ത്രിക്കപ്പെടുമ്പോൾ സ്നേഹം അവിടെ അന്യവൽക്കരിക്കപ്പെടുന്നു. അവിടെ കുടുംബം തകർച്ചയിലേക്ക് എത്തുന്നു. വ്യക്തിയുടെ തകർച്ച കുടുംബത്തിൻ്റെ തകർച്ചയും സമൂഹത്തിൻ്റെ തകർച്ചയുമായിട്ട് മാറുന്നു. കുട്ടികൾ നിറഞ്ഞ ക്ലാസ്സിൽ മിടുക്കിയായ അധ്യാപിക ഒരു നല്ല ജോലി കൊടുക്കുകയാണ്. അവർക്ക് പഠനത്തിനുള്ള ഒരു പദ്ധതി. ഏതാനും കുട്ടികളെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട് ഭൂഗോളത്തിൻ്റെ ഒരു മാപ്പ് അവരുടെ മുമ്പിൽ വെച്ച് കീറി കഷ്ണങ്ങളാക്കി മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഈ പഠന പ്രക്രിയയിലൂടെ അവർ കടന്നു പോകണം. അവരോട് പറഞ്ഞേക്കുന്നത് ഇതാണ്: എത്രയും പെട്ടെന്ന് തന്നെ ഈ മാപ്പ്, ഭൂഗോളത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന വൈവിധ്യമാർന്ന കടലും കരയും എല്ലാം ചേരുന്ന ഈ ഭൂഗോളത്തിൻ്റെ മാപ്പ് കൃത്യമായ രീതിയിൽ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. മിടുക്കരായ കുട്ടികളാണെങ്കിലും ഒരുമിച്ചിരുന്നു കൊണ്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പലതരത്തിലും മാറ്റിമറിച്ച് നോക്കിയിട്ടും എങ്ങും ഒക്കുന്നില്ല. പെട്ടെന്നാണ് ഒരു കൊച്ചു മിടുക്കൻ്റെ മനസ്സിലൊരു ചിന്ത വരിക: ഇതിൻ്റെ മറുവശത്ത് മറ്റെന്തോ ഒന്നുണ്ട്. അവനതിനെ തിരിച്ചടുക്കി. അതൊരു പ്രത്യേക ചിത്രമായിരുന്നു. അവനത് തിരിച്ചറിയുന്നു. ഒരു മനുഷ്യൻ്റെ ചിത്രം. ആ മനുഷ്യൻ്റെ ചിത്രത്തെ തിരിച്ചടുക്കിയിട്ട് അവൻ കൃത്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ട് അത് ഒട്ടിച്ചെടുത്ത് അധ്യാപികയുടെ മുമ്പിലേക്ക് കൊണ്ടുചെല്ലുന്നു. വളരെ വേഗം ഭൂഗോളത്തിൻ്റെ മാപ്പ് ചിട്ടപ്പെടുത്തി അധ്യാപിക അത്ഭുതപ്പെടുകയാണ്. ആർക്കാ ഇത് പറ്റുന്നത്? ഇത്ര പെട്ടെന്ന് ഈ ഭൂഗോളത്തിൻ്റെ മാപ്പ് എങ്ങനെ ചിട്ടപ്പെടുത്താൻ പറ്റും? അവൻ പറഞ്ഞു, ഞാനൊരു രഹസ്യം കണ്ടുപിടിച്ചിരുന്നു. ഈ ഭൂഗോളത്തിൻ്റെ കീറിയ മാപ്പിൻ്റെ മറുവശത്ത് ഒരു മനുഷ്യൻ്റെ രൂപം ഉണ്ടായിരുന്നു. മനുഷ്യരൂപത്തെ ചിട്ടപ്പെടുത്തിയപ്പോൾ കീറിയ മാപ്പ് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു. ശരിയാ, ഭൂഗോളത്തിൻ്റെ വിള്ളലുകൾക്ക്, തകർച്ചകൾക്ക് പിറകിൽ ഒരു മനുഷ്യൻ്റെ തകർച്ചയുണ്ട്, അല്ലെങ്കിൽ മനുഷ്യരുടെ തകർച്ചയുണ്ട്. ഒരു വ്യക്തിയുടെ തകർച്ചയാണ് കുടുംബത്തിൻ്റെ തകർച്ചയായി മാറുന്നത്. വ്യക്തികൾ തകരുമ്പോൾ കുടുംബം തകരുന്നു. കുടുംബങ്ങൾ തകരുമ്പോൾ ഒരു നാടും ഒരു ദേശവും ഒരു രാജ്യവും ഒക്കെ തകരുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് വ്യക്തിയുടെ സമഗ്രത, ഇൻറ്റഗ്രിറ്റി, അത് പ്രധാനപ്പെട്ടത്. എൻ്റെ ഹൃദയം അവികലമാണെങ്കിൽ, സ്നേഹം നിറഞ്ഞതാണെങ്കിൽ, ദൈവത്തെ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ ത്യാഗസമർപ്പണം അവിടെ ജനിക്കും. അവിടെ പങ്കുവയ്ക്കുന്ന, നിസ്വാർത്ഥമായി പങ്കുവയ്ക്കുന്ന അരൂപി ഉണ്ടാകും. അവിടെയാണ് വാസ്തവത്തിൽ എല്ലാത്തിൻ്റെയും തുടക്കം കുറിക്കുന്നത്. ലോകത്തിൻ്റെ നന്മയുടെ തുടക്കം കുറിക്കുന്നത് ഒരു മനുഷ്യ വ്യക്തിയുടെ ഹൃദയത്തിലാണ്. സ്നേഹം നിറഞ്ഞ ത്യാഗം സമർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ്. അതുകൊണ്ടല്ലേ പല കുടുംബങ്ങളും ഇടിഞ്ഞു വീഴുന്നത്? സ്വാർത്ഥം കൂടി വരുമ്പോൾ, തന്നിഷ്ടങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, എൻ്റെതിനു വേണ്ടി ഞാൻ പിടിമുറുക്കുമ്പോൾ, എല്ലാം എനിക്ക് വേണമെന്ന് അവകാശപ്പെടുമ്പോൾ, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് പരാതിപ്പെടുമ്പോൾ, എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി മല്ലയുദ്ധങ്ങൾ ആരംഭിക്കുമ്പോൾ കുടുംബത്തിൽ ആദ്യത്തെ അംഗം കുറിക്കുന്നു. കുടുംബത്തിൽ ആദ്യത്തെ കലഹത്തിൻ്റെ വിത്ത് വീഴുന്നു. പിന്നെ അങ്ങോട്ടത് പൊട്ടിമുളച്ച് വടവൃക്ഷമായിട്ട് ആ കുടുംബം തകരുന്നു. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതുകൊണ്ട് ഓരോ വ്യക്തിയും ഞാൻ ചെയ്യേണ്ടത് തിരുത്തുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരുത്തലായി മാറുമ്പോൾ അറിയാതെ എൻ്റെ ചുറ്റുവട്ടങ്ങളും മാറിപ്പോകും. എന്നെ നന്നാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയാറുള്ളത്, ലോകത്തെ നന്നാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, ഒന്നും സംഭവിച്ചില്ല. പിന്നീട് പോട്ടെ, എൻ്റെ രാജ്യം നന്നാകണമെന്ന് ആഗ്രഹിച്ച് പലതും ചെയ്തു, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ പോട്ടെ, എൻ്റെ നാടെങ്കിലും നന്നാകണമെന്ന് വിചാരിച്ചുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു നോക്കി. പലയിടത്തും പലതും പ്രസംഗിച്ചു, പലതും ചെയ്തു കൂട്ടി, പല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും, ഒന്നും നന്നാകുന്നില്ല. എന്നാൽ പിന്നെ കുടുംബമെങ്കിലും നന്നാകട്ടെ എന്ന് ഓർത്തുകൊണ്ട് കുടുംബത്തിൽ എല്ലാവരെയും നന്നാക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. എല്ലാം വിഫല ശ്രമങ്ങളായിട്ട് അധപതിച്ചു. ഏറ്റവും അവസാനം ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു: ഞാൻ നന്നാവണം ആദ്യം. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണം. എൻ്റെ ഹൃദയത്തിൽ സ്നേഹം നിറയണം. എൻ്റെ ഹൃദയത്തിൽ നിന്നും അഹന്ത പടിയിറങ്ങണം. സ്വാർത്ഥം വിട്ടുപേക്ഷിക്കണം. കൊടുക്കാൻ തയ്യാറാവണം. മുറിച്ചു വിളമ്പാൻ തയ്യാറാവണം. നിസ്വാർത്ഥമായി എല്ലാം ചെയ്യാൻ തയ്യാറാവണം. എൻ്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിതൊക്കെ പറയുന്നു. ഞാനും നിങ്ങളും നമ്മളൊക്കെ മാറണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റമായി മാറട്ടെ. പങ്കുവെക്കുന്ന അരൂപിയിൽ, സ്വയം മറന്ന് മുറിച്ചു കൊടുക്കുന്ന ഒരു അരൂപിയിൽ ഒരാൾ അമ്മയായി മാറുന്നു, ഒരാൾ അപ്പനായി മാറുന്നു. മക്കൾ ജനിച്ചതുകൊണ്ട് ആരും അപ്പനും അമ്മയുമായി മാറുന്നില്ല. സൃഷ്ടികർമ്മം യഥാർത്ഥത്തിൽ അർത്ഥപൂർണമാകുന്നത് ദൈവത്തോട് ചേർന്നുകൊണ്ട് പരിപാലനയിലും കൂടെ പങ്കുചേരുമ്പോഴാണ്, പങ്കുവയ്ക്കാൻ തയ്യാറാകുമ്പോഴാണ്, ത്യാഗപൂർവ്വം മുറിച്ചു വിളമ്പുമ്പോഴാണ്, എല്ലാം കൈവിട്ട് കൊടുക്കുമ്പോഴാണ്. ഈ ഒരു കൈവിട്ട് കൊടുക്കുന്ന, പങ്കുവയ്ക്കുന്ന, മുറിച്ചു വിളമ്പുന്ന അവസ്ഥയിലാണ് ഒരാൾ അമ്മയാകുന്നത്, ഒരാൾ ഭാര്യയാകുന്നത്, ഭർത്താവാകുന്നത്. അന്നമരിയായുടെ ജീവിതത്തിൽ കഠിനഹൃദയനും കർക്കശക്കാരനും മുൻ ദേഷ്യക്കാരനുമായ ഒരു ഭർത്താവിനെ അവൾക്ക് സ്നേഹത്തോടുകൂടി സൗമ്യമായിട്ട് ശാന്തമായിട്ട് പരിചരിക്കാൻ കഴിയുന്നെങ്കിൽ സ്നേഹത്തിൻ്റെ ത്യാഗോജ്ജലമായ സമർപ്പണമുണ്ട് അവിടെ. കുടുംബത്തിൻ്റെ മഹത്വം അവൾ തിരിച്ചറിഞ്ഞു.
ക്ഷമ കൊണ്ട് ഒരുപാട് കാര്യങ്ങളില്ലെന്നാക്കാൻ പറ്റും. തിരിച്ച് 10 വാക്ക് പറയാൻ കഴിയുമ്പോഴും ഒന്നും മിണ്ടാതിരുന്നാൽ ചിലപ്പോൾ മറുപടി ആയെന്നിരിക്കും. ഇങ്ങോട്ട് കലഹിക്കുന്ന വ്യക്തിയോട് ഒരുപക്ഷെ ഒരു നിശബ്ദത കൊണ്ട് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. തിരിച്ചു പറയാനായിട്ട് വെമ്പൽ കൊള്ളുന്ന, ഒന്ന് പറയുമ്പോൾ 10 തിരിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ നേടുന്നെന്ന് കരുതുമ്പോഴും എല്ലാം കൈവിട്ടു പോകുന്നു, നഷ്ടമാകുന്നു, എല്ലാം കഷ്ടമായി പരിണമിക്കുന്നു. ആത്യന്തികമായി കുടുംബത്തിൽ മൗനത്തിനൊക്കെ ഒത്തിരി പ്രാധാന്യമുണ്ടെന്നാണ് അർത്ഥം. കലഹിക്കുന്ന ഒരു മനുഷ്യന് നേരെ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാനും മൗനം ദീക്ഷിക്കാനും ശാന്തമായിട്ടൊന്ന് പ്രതികരിക്കാനും കഴിഞ്ഞാൽ, ഇത്തിരി സമയം ക്ഷമയോടെ ഇരുന്നിട്ട് ശാന്തമായിട്ട് വാക്കുകൾ ബോധപൂർവം ദൈവത്തോട് ചേർന്ന് ആലോചിച്ച് എണ്ണിപ്പെറുക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ അഗ്നി ശമിക്കുന്ന ജലധാരയായിട്ട് ഞാൻ മാറിയെന്നിരിക്കും. കോപം ഒരു അഗ്നിയാണ്, ആളിപ്പടരുന്ന ഒരു അഗ്നി. കോപിച്ചു വരുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് സ്നേഹത്തോടുകൂടി ശാന്തതയോടുകൂടി ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കുന്ന രീതിയിൽ അഗ്നി കെടുത്തിക്കളയാൻ നമുക്കൊക്കെ കഴിയും. അങ്ങനെയായിരുന്നു അന്നമരിയ. തികഞ്ഞ കോപിഷ്ഠനായ ഒരു മനുഷ്യൻ, ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടങ്ങളും താല്പര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും സ്നേഹത്തോടുകൂടി അവൾ ഒരു ഭാര്യയുടെ സ്വാഭാവികമായ കരുതലിലേക്കും പരിചരണത്തിലേക്കും തിരിഞ്ഞപ്പോൾ അയാളുടെ മനസ്സ് മാറി. നല്ലവനായിരുന്നു അയാൾ, വിശ്വാസിയായിരുന്നു. പക്ഷേ ജീവിതത്തിൽ അങ്ങനെയുള്ള ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. തിരുത്താൻ അയാൾ തയ്യാറാകുന്നുണ്ട്. ശാന്തമായിട്ട് ആ ഒരു വഴിയിലേക്ക് തിരിക്കാൻ കഴിയുന്നു. മദ്യപാനിയായ ഭർത്താവിനെ സ്നേഹത്തോടും ശാന്തതയോടും ക്ഷമയോടും കൂടി പ്രാർത്ഥിച്ചു കാത്തിരുന്ന് തിരുത്തിയെടുക്കുന്ന വിശുദ്ധരായ കുടുംബിനികളുണ്ട്, ഭാര്യമാരുണ്ട്. ഇന്നും നമുക്ക് മാതൃകയാക്കാൻ ഏറെ പേരുണ്ട് അങ്ങനെ ഈ കാലഘട്ടത്തിലും. മറിച്ച് ഒരാളെ മദ്യപാനിയാക്കുന്ന ഭാര്യമാരുമുണ്ട്. കഠിനമായ പെരുമാറ്റവും വൈകൃതങ്ങളും ദുശാഠ്യങ്ങളും നിർബന്ധ ബുദ്ധികളും ഇതൊക്കെ ഒരാളെ ചിലപ്പോൾ തിന്മയിലേക്ക് എത്തിച്ചെന്നിരിക്കും. തിരിച്ച് ഭർത്താവിൻ്റെ കാര്യത്തിലും ശരി തന്നെ. കൈവിട്ടു പോകുന്ന ജീവിതത്തിൽ പലപ്പോഴും ഭർത്താവിന് ഭാര്യയെ നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്നു. നിയന്ത്രിക്കാനുള്ള അമിതമായ ശ്രമങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അയാൾക്കും ശാന്തതയും സ്നേഹവും ഒക്കെ വേണമെന്നർത്ഥം. സ്വന്തം ജീവനേക്കാൾ വില കൊടുത്ത് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയണമെന്നർത്ഥം. അതുകൊണ്ട് ഈ ഒരു കരുതലിൻ്റെ പരസ്പരം പങ്കുവെക്കുന്ന ആ ശൈലിയിലേക്കൊക്കെ വളർന്നെത്താനായിട്ട് സാധിക്കുമ്പോഴാണ് കുടുംബജീവിതം ധന്യമാകുന്നത്. ആ ഒരു ക്ഷമയുടെ പാഠശാലയിലേക്ക് അന്നമരിയ നമ്മളെ നയിക്കുന്നുണ്ട്. കാൽവരിയുടെ പങ്കുവയ്ക്കുന്ന സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് കഴിയുമ്പോൾ, കാൽവരിയിലെ സ്നേഹമാണ് ഏറ്റവും നിസ്വാർത്ഥമായ സ്നേഹം, ഏറ്റവും വലിയ പങ്കുവയ്ക്കൽ, വിട്ടുകൊടുക്കുന്ന, ജീവൻ സമർപ്പിക്കുന്ന സ്നേഹം. സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച മിശിഹ. ആ സ്നേഹത്തിലേക്ക് നമ്മളെയൊക്കെ മാടി വിളിക്കുന്നത്. കുടുംബത്തിൻ്റെ മണ്ണിലും സമർപ്പിത ജീവിതത്തിൻ്റെ വഴികളിലും സാമൂഹിക ഇടപെടലുകളിലും എല്ലാം ത്യാഗം സമർപ്പിക്കുന്ന, വിട്ടുകൊടുക്കുന്ന ഒരു സ്നേഹത്തിലേക്ക് വളരാൻ നമുക്ക് കഴിയണമെന്നർത്ഥം. അന്നമരിയ സമാധാനത്തിൻ്റെ ദൂതികയായിരുന്നു. സമാധാനത്തിൻ്റെ ദൂതികയായിട്ട് അവൾ വർദ്ധിച്ചു. കുടുംബത്തിൽ അവളുടെ സാന്നിധ്യവും അവളുടെ വാക്കുകളും വലിയ ശാന്തിയിലേക്ക് കുടുംബത്തെ കൊണ്ടുവന്നു. അശാന്തമായ കുടുംബാന്തരീക്ഷത്തിൽ ഒരാളെങ്കിലും സമാധാനത്തിൻ്റെ ഒരു ദൂതനായിട്ടുണ്ടെങ്കിൽ അവിടെ അത്ഭുതകരമായ ശാന്തി ഉണ്ടാകും. പരസ്പരം പറഞ്ഞ് ഭിന്നിപ്പിക്കാതെ സ്നേഹത്തോടുകൂടി കേട്ട് മറക്കാനും സ്നേഹത്തോടുകൂടി നല്ലത് പറയാനും സാധിക്കുമ്പോൾ അവിടെ വീണ്ടും സമാധാനത്തിൻ്റെ അരിപ്രാക്കൾ പറക്കും. പലപ്പോഴും നമ്മൾ ഇല്ലാത്തതും ഉള്ളതും പൊലിപ്പിച്ച് പറയുമ്പോഴാണ് അപകടമുണ്ടാവുക. വീണ്ടും വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നുവെന്ന് പറയുന്ന രീതിയിൽ ഒരാളുടെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ഒരു അഗ്നി തന്നെ കുടുംബത്തിലുണ്ടായി ആ കുടുംബത്തെ തന്നെ അത് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു. അവിടെയൊക്കെയാണ് ഈ ഒരു പരിശുദ്ധമായ ശാന്തിയുടെ സാന്നിധ്യമായിട്ട് കുടുംബനാഥനും നാഥയും മകനും മകളും അപ്പനും അമ്മയും ഒക്കെ മാറേണ്ടത്. ആ ഒരു തിരിച്ചറിവിലേക്ക് കൂടി എത്തണമെന്ന് അന്നമരിയ നമ്മളോട് പറയും. ഒരു പ്രധാനപ്പെട്ട ആശയം കൂടിയുള്ളത്, അന്നമരിയ ശുശ്രൂഷയുടെ ഒരു സാന്നിധ്യമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ, ഭർത്താവിൻ്റെ അമ്മയെ സ്വന്തമായി കരുതിക്കൊണ്ട് അവൾക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി. ആ അമ്മയുടെ രോഗാതുരമായ അവസ്ഥയിൽ ശയ്യാവലംബിയായ അമ്മയെ അടുത്തിരുന്നു കൊണ്ട് സ്നേഹപൂർവ്വം പരിചരിക്കാൻ സാധിച്ച അവസ്ഥകൾ, കരുണയോടുകൂടി കാണാൻ പറ്റിയ അവസ്ഥകൾ, ആവശ്യങ്ങൾ അറിഞ്ഞ് തന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട്, സ്വയം സ്നേഹിക്കുന്ന സ്നേഹമാണല്ലോ ഏറ്റവും വലിയ സ്നേഹം എന്നൊക്കെ പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് അമ്മയെ സ്നേഹിച്ചുകൊണ്ട് പരിചരിക്കുന്ന ഒരു വ്യക്തി. ഇന്ന് പലർക്കും അത് സാധ്യമല്ലാതാകുന്നു. മാതാപിതാക്കൾക്ക് രോഗമാകുമ്പോൾ അവരൊക്കെ ഭാരമായി മാറുന്നു. എടുക്കാൻ വയ്യാത്ത ഭാരമായിട്ട് അവരെയൊക്കെ എവിടെങ്കിലുമൊക്കെ വെച്ചിട്ട് മാറി നടക്കുന്നു. വീട്ടിലെവിടെങ്കിലുമൊക്കെ ഒരു ഭാരം ഇറക്കി വെക്കുന്നത് പോലെ ഇറക്കി വെച്ചിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് നടന്നകലുന്നു. വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഹോം നേഴ്സിനെ വെച്ചുകൊണ്ട് തൃപ്തി അടയാനായിട്ടും ശ്രമിക്കുന്നു. ഹോം നേഴ്സുകളെ വെക്കരുത് എന്നല്ല പറഞ്ഞു വരുന്നത്, മറിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ പരമാവധി ചെയ്തിട്ട് വയ്യാതെ വരുന്ന സാഹചര്യങ്ങളിൽ മാത്രമാവട്ടെ അത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനുമുള്ള ആദ്യത്തെ കടമയും ഉത്തരവാദിത്വവും മക്കൾക്കാണ്.
അത് മറ്റാരെയും ഏൽപ്പിക്കാൻ പറ്റില്ല. ആ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി ത്യാഗപൂർവ്വം നിർവഹിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ കൃപ ഒഴുകും. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ ധന്യമായി, എത്രയോ കുടുംബങ്ങൾ അനുഗ്രഹീതമായി ഐശ്വര്യം പ്രാപിച്ചു. ഓർക്കുന്നുണ്ടൊരു കുടുംബത്തെ, മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനായിട്ട് പറ്റാതെ നേരത്തെ അവർ മരിച്ചു പോയതുകൊണ്ട് വഴിയാത്രക്കാരനും നിരാലംബനും ഭിക്ഷക്കാരനുമായ കേവലം ഒരു പൗലോസിയേട്ടനെ കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തി ആ കുടുംബത്തിന് നാഥനായിട്ട് ശുശ്രൂഷിച്ചതിൻ്റെ അനുഭവങ്ങൾ. പാപ്പച്ചൻ ചേട്ടനും മേരിച്ചേട്ടത്തിയും അങ്ങനെയാണ് ചെയ്തത്. തങ്ങൾക്ക് വേണ്ടത്ര ശുശ്രൂഷിക്കാനായിട്ട് പറ്റിയില്ല. അപ്പനെയും അമ്മയും നഷ്ടപ്പെട്ടു പോയല്ലോ അവരെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജ്വലനത്തിലേക്ക് എത്തിയപ്പോൾ, വിശ്വാസത്തിൽ വളർന്നപ്പോൾ, കൃപാനാനുഭവത്തിൽ വളർന്നപ്പോൾ അവരൊരു സത്യം തിരിച്ചറിഞ്ഞു. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് അനുഗ്രഹമാണ്, ഭാഗ്യമാണ്. കൈവിട്ടുപോയ ഭാഗ്യം തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട് ഭിക്ഷക്കാരനും വഴിയാത്രക്കാരനായ വെറും ഭിക്ഷാന്തേഹിയായ ഒരു മനുഷ്യനെ അടുത്തു ചെന്നിട്ട് കുടുംബത്തിൻ്റെ കാരണവരായിട്ട് സ്വീകരിച്ചു. ഭിക്ഷക്കാരൻ പൗലോസിയേട്ടൻ അങ്ങനെ ആ കുടുംബത്തിൻ്റെ നാഥനായിട്ട് മാറി. വെറുതെ പറയുകയല്ല, അങ്ങനെ ആയിരുന്നു. കസേരയിൽ ഇരുന്നു കൊണ്ട് അയാൾ കുടുംബത്തിൻ്റെ നാഥനായി അവിടെ എല്ലാം നയിച്ചു. ഈ ഒരു ത്യാഗത്തിൻ്റെ വഴികൾ ജീവിതത്തിലേക്ക് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഒന്നുകൂടി പുനഃപരിശോധിക്കാൻ ത്യാഗത്തിൻ്റെ പാഠശാലകളായി, സ്നേഹത്തിൻ്റെ സമർപ്പണ രംഗങ്ങളായി മാറുന്നുണ്ടോ എന്ന് ബോധപൂർവം തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്ന് അന്നമരിയയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. വാഴ്ത്തപ്പെട്ട അന്നമരിയ തേകി കുടുംബജീവിതത്തിൻ്റെ ഉദാത്തമായ മാതൃക, ശുശ്രൂഷയുടെ ഒന്നാം തരം പാഠം നൽകുന്ന വ്യക്തി, ദൈവത്തിൻ്റെ കരങ്ങളിൽ സമാധാനത്തിൻ്റെ ദൂതികയായി മാറിയൊരു വ്യക്തി. നമ്മുടെയൊക്കെ കൊച്ചു ജീവിതങ്ങളെ ബോധപൂർവം പരിശോധിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ മാറ്റുന്നതിലൂടെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സമൂഹവും മാറും എന്നുള്ള വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ പ്രതിജ്ഞകളെടുക്കാൻ, പുത്തൻ ചുവടുകൾ വയ്ക്കാൻ നമുക്ക് ആവട്ടെ. കണ്ണുകളടച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് തിരിയാം. നല്ല ദൈവമേ, കുടുംബത്തെ സ്ഥാപിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത അവിടുത്തെ വലിയ സ്നേഹവും കരുതലും ഞങ്ങൾ കാണുന്നു. കുടുംബത്തിൽ വിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ, ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ ത്യാഗപൂർവ്വം ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയാലും അന്നമരിയ തേകിയെപ്പോലെ കുടുംബജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകയായി ശോഭിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഏൽപ്പിക്കപ്പെടുന്ന ജീവിത അവസ്ഥയിലും ജീവിതാന്തസ്സിലും യഥാർത്ഥ സ്നേഹത്തോടെ ത്യാഗപൂർവ്വം സമർപ്പിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമയവും അറിവും കഴിവും സിദ്ധികളും സാധ്യതകളുമെല്ലാം അങ്ങേ മഹത്വത്തിനായി വിനിയോഗിക്കുവാൻ, ലോകത്തിൻ്റെ ആഡംബരങ്ങളിലും ആർഭാടങ്ങളിലും മുഴുകാതെ വിശുദ്ധിയുടെ വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, വാഴ്ത്തപ്പെട്ട അന്നമരിയ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.